ഹലോ, അസ്സാം വലൈക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പായസത്തിൻ്റെ റീൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ ആ പായസം ഏകദേശം ഒരു 10-30 ആളെങ്കിലും കുടിച്ചിട്ടുണ്ട് നമ്മൾ റൂമിൻ്റെ അടുത്തുള്ളവരും ഷോപ്പിൻ്റെ അടുത്തുള്ളവരൊക്കെ ആയിട്ട്. അപ്പം കുറേ ആൾക്കാർ ചോദിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നത് പായസത്തിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ ഒരു പീസ് ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതൊന്ന് നിറം മാറി വരുമ്പോൾ അതിലേക്ക് ഒരു പിടി മുന്തിരി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് രണ്ടൊന്ന് കരിയാണ്ടൊന്ന് കോരിയെടുക്കണം. അപ്പോൾ മുന്തിരി ഏകദേശം ഒന്ന് ബോള് മാതിരി വീർത്ത് വന്നതിന് ശേഷം നമുക്കത് കോരി മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള നല്ലൊരു പാത്രം എടുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പാത്രം എടുക്കുന്ന സമയത്ത് പാത്രം നല്ല വൃത്തി ഉണ്ടായിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പായസം പിരിഞ്ഞു പോകും. അപ്പോൾ അതേമാതിരി ഞാൻ 3.5 ലിറ്റർ പാല് 3.5 ലിറ്റർ വെള്ളം ചേർത്തിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. 7 ലിറ്റർ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 50 ഗ്രാം ചൗവരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൗവരി എന്ന് പറഞ്ഞാൽ നമ്മൾ സാവുനരി എന്നൊക്കെ പറഞ്ഞ സാധനമല്ലേ, ഇതാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഈ ബട്ടറിൽ. ഇത് ചേർക്കുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പായസത്തിന് നല്ല അത്യാവശ്യം ഒരു തിക്നെസ് കിട്ടും ചെയ്യും. പിന്നെ അതേമാതിരി ഇത് നമ്മൾ പായസം കുടിക്കുന്ന സമയത്ത് കടിക്കാനൊരു കടി ഉണ്ടായിരിക്കും ഇതിൻ്റെ. അപ്പം അതൊന്നും അതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള സേമിയ ഇതേമാതിരി വറുത്ത സേമിയ, എന്നാലും നമ്മൾ ഈ ബട്ടറിലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി വറുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. ഇതൊന്ന് വറുത്തെടുത്ത് കരിഞ്ഞു പോകരുത് കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു 2.5 ലിറ്റർ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റായിട്ട്. അപ്പോൾ 2.5 ലിറ്റർ പാൽ ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ പാലൊഴിച്ചിട്ട് ഇത് തിളയ്ക്കുന്ന സമയത്ത് നമ്മളിത് ഇളക്കിക്കൊണ്ടേ നിൽക്കണം കേട്ടോ. പായസം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെ ഇത് ഇളക്കി ഇളക്കി പാലൊന്ന് ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ പാലെടുത്തത് അതേ പാത്രത്തിൽ അതേ അളവിൽ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇനി പിന്നെ ഇത് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഇനി നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്കിനി ഏതെങ്കിലും ആ പരിപാടി എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പാലപ്പുറം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മളിവിടെ ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കേട്ടോ. പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല കുത്തുന്ന മധുരത്തിനെക്കാട്ടി ഏകദേശം ഒരു നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു മധുരമാണ് നല്ലത്. അങ്ങനെയാണ് എല്ലാവർക്കും കുടിക്കാൻ ഇഷ്ടം. ഓവർ മധുരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഈ പഞ്ചസാര ഇങ്ങനെ വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഒരു മീഡിയം സൈസിൽ ഇങ്ങനെ തീ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ഇങ്ങനെ മെൽറ്റായിട്ട് വരും. അപ്പോൾ പഞ്ചസാര നമുക്കൊന്ന് ഇങ്ങനെ മെൽറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏകദേശം നമ്മുടെ പഞ്ചസാര ഇങ്ങനെ മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് കട്ടിയായിട്ട് മാറും. അപ്പോൾ ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഫുള്ളായിട്ട് മെൽറ്റായതിൻ്റെ ശേഷം ഞാനിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒരു 200 മില്ലി മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പായസത്തിന് നല്ലൊരു ടേസ്റ്റ് മിൽക്ക് മെയ്ഡ് എപ്പോഴും അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത് ഏകദേശം നല്ലൊരു കാരമലായിട്ട് ഇങ്ങനെ അടിപൊളി നല്ല ചോക്ലേറ്റിൻ്റെ മാതിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. ഇത് ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ടിയാവും. ഇനി കട്ടിയായി കഴിഞ്ഞിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇതിലേക്ക് ചൂടുള്ള പാലൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെൽറ്റായിട്ട് വരും. ഇനി അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ബാക്കിയുള്ള 1 ലിറ്റർ പാലുണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്കാട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കണ്ട് ഇളക്കിയിട്ട് എടുക്കുക. ഇത് ഈ സമയത്ത് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഴയ എക്ലെയർ മുട്ടായില്ലേ, അതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അതൊന്നിങ്ങനെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ കളർ ഇങ്ങനെ മാറിയിട്ട് വരും. ഈ പായസത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഈ സാധനം കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് നമ്മളെ പായസത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ കുറച്ച് കട്ടിയും പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ കുറച്ച് പാലൊഴിച്ചിട്ട് അതൊന്ന് മെൽറ്റാവും. പാലൊഴിച്ച് കഴിഞ്ഞ് കൊണ്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് മെൽറ്റാവും. അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ മുഴുവനായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ഏകദേശം അത് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ ഏകദേശം മാറി. പായസം ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇളക്കി കൊണ്ടേ നിൽക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കുക. അപ്പോൾ പായസത്തിൻ്റെ കളർ തന്നെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളൊരു 4-5 ഏലക്കായ പൊടിച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേമാതിരി നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു ഇത്തിരി കേട്ടോ, ഒരു 2 നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയിൽ ഫസ്റ്റ് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടോ. അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ടുള്ളൊരു പായസം കേട്ടോ. ആർക്കും ഉണ്ടാക്കി നോക്കാം, ഒരു ഡൗട്ട് വരാനൊന്നുമില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നൊരു സംഭവമാണ്.
പിന്നെ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എടുക്കുന്ന പാത്രം നല്ല വൃത്തി ഉണ്ടായിരിക്കണം. പിന്നെ എന്തെങ്കിലും പുളിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പായസം പിരിഞ്ഞു പോകും. പിന്നെ അതേമാതിരി എപ്പോഴും ഇളക്കിയും കൊണ്ട് നിൽക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പാലാവുമ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യും, മടിയിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പായസം എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഈ ചാനലൊന്ന് പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.